കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പട്ടടെ ഒരുക്കി കത്തിക്കാനോ പിന്നെ സഞ്ചയനം നടത്തി ചിതാഭസ്മ കുംഭമൊരുക്കി ഗംഗയിലോ നർമ്മദയിലോ പോയിട്ട് കരമനയാറ്റി കൊണ്ടുപോയി ഒഴുക്കാൻ പോലും ഒരു തരി ചാരം പോലും കിട്ടില്ല. അതാ തുളസിക്കുള്ള ഈ കൊട്ടേഷൻ. കാശമിണി ചെലവാവും. അവളെ തകർക്കാൻ ചാക്ക് കണക്കിന് കാശ് കളയാനും ഈ മംഗള തയ്യാറായി. അവളുടെ മരണവാർത്ത ഒന്ന് കേട്ടാ മതി എനിക്ക്. അവളുടെ മരണവാർത്ത തൽക്കാലം പുറലോകം അറിയില്ല. പക്ഷേ നമ്മളതറിയും ഇന്ന് തന്നെ. ആരോരുമില്ലാത്ത അവളിനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം ദുർഗേ? അതുകൊണ്ട് ഇത്രയും നാൾ നമ്മളെ നോവിച്ച് ഉപദ്രവിച്ചതിന്റെ പേരിൽ ഒരു ദയാവധം കൊടുത്തല്ലേ പറ്റൂ. മേഴ്സിക്കില്ലേ? തന്തയും തള്ളയും ഏതെന്നറിയാതെ ജീവിക്കുന്ന ഇവളൊക്കെ ഭൂമിക്ക് ഭാരവും പാരയുമാണ്. അവളൊക്കെ അങ്ങനെ തന്നെ ചാവട്ടെ. ഞാൻ അവളെ പല പ്രാവശ്യം വെറുതെ വിട്ടതാ. വേണ്ട വേണ്ടെന്ന് ഒത്തിരി തവണ ചിന്തിച്ചു. പക്ഷേ ഇതേ അവൾ എന്നോട് ഇരന്നു വാങ്ങുന്നതാ. മരിച്ചും മരവിച്ചു കിടക്കുന്ന അവളുടെ ശവശരീരമാ ഇപ്പൊ എന്റെ മനസ്സില്. അങ്ങനെ മരിച്ചു മരവിച്ച് കിടക്കാനൊന്നും അവന്മാര് സമ്മതിക്കില്ല. ശവന്തീനി കഴുകന്മാരാ അവര്. അവരിങ്ങനെ ചിറകടിച്ച് പറന്ന് പറന്ന് പാറപ്പുറത്തൊരു ഇരിപ്പുണ്ട്. പിന്നെ അവര് കൈകാര്യം ചെയ്തോളൂ. അല്ല, ആതിര എവിടെ? ആ, അവള് മോളില് റൂമിലുണ്ട്. ഇത് കേക്കുമ്പോ അവക്ക് വലിയ സന്തോഷാവും. ദുർഗേ, നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നേക്കാം. ആ, ഹലോ. ക്ലോസ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആ ശരി, കഴിഞ്ഞിട്ട് വിളിക്കാം. അയ്യോ, അല്ല നീ എപ്പോ വന്നു? കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇപ്പൊ ദുർഗയോട് പറഞ്ഞതേ ഉള്ളൂ.
മിണ്ടിപ്പോര്. ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ തരണം. ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അല്ല, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ എന്ത് പറയണോന്നാ? ഒറ്റ വെക്കണ്ട, തീർത്തുകളയും നിങ്ങളെ ഞാൻ. സത്യം പറഞ്ഞോ, തുളസിയെ കൊല്ലാൻ നിങ്ങൾ ആർക്കാ കൊട്ടേഷൻ കൊടുത്ത്? കൊട്ടേഷനോ? പറ. ഞാനാർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല. എന്റെ ജോലി അതല്ല. നിങ്ങളുടെ ജോലിയെ കുറിച്ചൊന്നും എന്നോട് വിശദീകരിക്കണ്ട. മോനെ പ്രസാദേ, നിന്റെ പോലീസ് വരട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ നിന്റെ അപ്പച്ചിയാ. നീ അങ്ങനെ പരിഗണിച്ചില്ലെങ്കിലും എന്റെ ആങ്ങളയുടെ മകനാണെന്നുള്ള പരിഗണന എനിക്ക് നിന്നോടുണ്ട്. എനിക്കങ്ങനെ ഒരു പരിഗണനയും കുറച്ചു കാലമായിട്ട് നിങ്ങളോടില്ല. അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞു. തുളസി മോൾ എവിടെ? എനിക്കറിയില്ല. ഞാൻ അവളെ എവിടെയും പിടിച്ചു വച്ചിട്ടുമില്ല. നിങ്ങൾക്കറിയാം അവൾ എവിടെയാണെന്ന്. കുറച്ചു മുമ്പ് നിങ്ങളും ദുർഗയും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഇനി പറ, അതാണ് നിങ്ങൾക്ക് നല്ലത്. തുളസി എവിടെ? ആർക്കാ നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തത്? അതെ, ഞാൻ ആർക്കും ഒരു കൊട്ടേഷനും കൊടുത്തിട്ടില്ല. തുളസി എവിടെയാണെന്ന് എനിക്കറിയേയില്ല. നിങ്ങൾക്കറിയാം. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. ഓ, പോലീസ് മുറ. നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ ഒന്ന് പോടാ ചക്ക. അവന്റെ ഒരു പോലീസ് മുറ, അതും എന്റെ അടുത്ത്. നീ വേറെ വല്ല പണിയും പോയി നോക്കടാ. പോ. പ്രസാദേ, ഒരു കൊലപാതകം ഒഴിവാക്കാനാ മര്യാദക്ക് ഞാൻ നിങ്ങളോട് സത്യം ചോദിച്ചു. അപ്പൊ നിങ്ങൾ സത്യം പറയില്ല. അപ്പൊ പിന്നെ അച്ഛൻ പെങ്ങളെ കൊന്നുകളഞ്ഞേക്കാനായിരിക്കും എന്റെ വിധി. പ്രസാദേ, വേണ്ട. നിങ്ങളെ കൊന്നുകളഞ്ഞാലും എനിക്കൊരു ചുക്കും സംഭവിക്കാനില്ല. ആത്മരക്ഷാർത്ഥം ഒരു പോലീസ് ഓഫീസർ ഒരാളെ കൊന്നു, അത്രേ ഉള്ളൂ. എന്താ തീർത്തേക്കട്ടെ? പ്രസാദേ, ഞാൻ സത്യം പറയാ. എങ്കിൽ പറ. തുളസി ആക്രമിക്കാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തതാ, ദുർഗ പറഞ്ഞിട്ട്. അവരാരൊക്കെയാ? അവരുടെ പേരുകൾ പറ.
എന്റെ ദേവി മഹാമായ, എന്റെ മോൾക്കൊന്നും പറ്റില്ലേ. പ്രിയേ, വിഷമിക്കരുതെന്ന് നിന്നോട് പറയാൻ ഞാൻ ആളല്ല. എങ്ങനെ വിഷമിക്കാതിരിക്കും? പ്രസവിച്ചില്ലെങ്കിലും നീ അവളുടെ അമ്മയല്ലേ. നിന്റെ മനസ്സ് വേദനിക്കാതിരിക്കുവോ? ദേ പ്രിയേ, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, നമ്മുടെ തുളസി മോൾക്ക് ഒന്നും പറ്റില്ല. അവൾ ഒരു അവിവേകവും കാട്ടുകയില്ല. എന്നാലും അവൾ എവിടെ പോയതാവും ചേട്ടാ? അവൾ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ കാണുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നു. എന്റെ ഈ ചങ്കിലിട്ട് വളർത്തിയതല്ലേ. ഏത് DNA-ക്കും ശാസ്ത്രത്തിനും അപ്പുറമല്ലേ ആത്മബന്ധവും വാത്സല്യവും. ആ കുഞ്ഞിനെ എന്റെയോ നിന്റെയോ ഹൃദയത്തിൽ നിന്ന് ആർക്കെങ്കിലും അറുത്തു മാറ്റാൻ ഒപ്പോ? അവള് നമ്മുടെ പൊന്നുമോളല്ലേ പ്രിയേ? വിഷമിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് ഇപ്പോ എന്നെക്കാളേറെ വിതുമ്പുന്നത് ചേട്ടനാണല്ലോ. ഞാൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അത് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഉത്കണ്ഠ കൊണ്ടൊന്നുമല്ല. എന്റെ മനസ്സ് പിടയുന്നത് അവളുടെ അനുഭവങ്ങളെക്കുറിച്ച് ഓർത്താ. എന്തെല്ലാം പ്രതിസന്ധിയിലൂടെയാ നമ്മുടെ മോള് കടന്നു പോകുന്നത്. ഈ പ്രായത്തിനിടയ്ക്ക് എന്തെല്ലാം അവൾ അനുഭവിച്ചു. അവഗണന, പരിഹാസം, എല്ലാത്തിനെയും അവൾ നേരിടുകയല്ലേ. സഹനശക്തിക്കും ഒരു പരിധിയില്ലേ. ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോ എല്ലാവരും ചെയ്യുന്നതേ അവളും ചെയ്തുള്ളൂ. മനസമാധാനത്തിന് വേണ്ടി എങ്ങോട്ടോ പോയി. അതാ ചേട്ട എനിക്കും പേടി. നമ്മുടെ മോള് മനസ്സ് പതറി എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുമോ എന്നൊരു പേടി. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട പ്രിയേ. നമ്മുടെ കുഞ്ഞ് ദൈവാധീനമുള്ളവളാ. അവളെ കാത്തു രക്ഷിക്കാൻ സാക്ഷാൽ ദൈവം തമ്പുരാനുണ്ട്. അമ്മയും അച്ഛനും സാഹചര്യം കൊണ്ട് ഒരു പക്ഷെ കൈവിട്ടേക്കാം, പക്ഷേ ദൈവം കൈവിടില്ല. ഏട്ടാ, മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? നമ്മുടെ ഫോഴ്സും സുഹൃത്തുക്കളും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് ജയ. പക്ഷെ ഇതുവരെ ആശ്വാസകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. ഇങ്ങനെ നേറി നേറി എനിക്കെന്റെ സമനില നഷ്ടപ്പെട്ടു പോകുമെന്ന് സംശയമുണ്ട്. എത്ര കാലമെന്ന് വെച്ചാ ഹൃദയമെല്ലാം താങ്ങുന്നു. ഏട്ടാ, ആ നശിച്ച അപ്പച്ച ഏർപ്പാടാക്കിയ ഗുണ്ടകളെ നമ്മുടെ കുഞ്ഞിനെ. പിന്നെ പോലീസിന്റെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ അവൾ ആരും ഒന്നും ചെയ്യില്ല. ആദിത്യന്റെ കൂട്ടുകാരും തുളസിയുടെ കൂട്ടുകാരും അവളെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് എവിടെ പോയി തിരക്കും? അവള് ചെല്ലാനിടയുള്ള എല്ലാ വീടുകളിലും ഇതിനകം ഒന്നിലധികം പ്രാവശ്യം എല്ലാവരും അന്വേഷിച്ചും കഴിഞ്ഞു. ചുഴിക്ക് വെമ്പ ചുഴി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മളിപ്പോ അനുഭവിക്കുക. അച്ഛനും അമ്മയാണെന്നൊക്കെ പറഞ്ഞ അവരെ ഒന്നും കൊണ്ടുവരരുതായിരുന്നു. അവളെ നമ്മൾ നാണം കെടുത്തായിരുന്നു ഏട്ടാ. അത് വേണ്ടായിരുന്നു. പിടിച്ചു നിൽക്കാനുള്ള വിഭ്രാന്തിക്കിടയിലും പറ്റിപ്പോയതാ പെണ്ണെ. അതില് എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. എന്റെ കുഞ്ഞിനെ നീറ്റി നീറ്റി കൊല്ലാനുള്ള ഒരു ദുർവിധിയായിപ്പോയി. ഉള്ള അച്ഛനായ എനിക്ക്
എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഏട്ടാ, ഇവളിത് എവിടേക്കാ പോയിരിക്കുന്നത്? വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ആദി, നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ഫുഡ് എടുത്തു വെക്കട്ടെ? നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ അതോ ഹൃദയത്തിന് പകരം അവിടെ കരിങ്കല്ലാണോ? ഞാൻ ജീവന് തുല്യ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ കാണാതായിരിക്കുന്നത്. നിന്റെ ഏത് ഭാര്യ? ഞാൻ ഒന്നേ കേട്ടിട്ടുള്ളൂ, അത് തുളസിയാ. തൽക്കാലം വേറെ കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ, അവൾ ഇങ്ങനെ കണ്ടിടത്തൊക്കെ കറങ്ങി നടക്കുന്ന ഒരു പതിവല്ലേ? അനുസരണയോടെ എങ്ങാനും വളർന്നവളാണോ? എവിടെയെങ്കിലും ഒക്കെ കറങ്ങി നടന്ന് മടുക്കുമ്പോ അവൾ ഇങ്ങ് വരും. എടാ, അല്ലെങ്കിൽ തന്നെ അവക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? എന്തെങ്കിലും പറഞ്ഞാൽ അവൾ അനുസരിക്കൂ? സ്വഭാവ ഗുണം ഇല്ല. അതുകൊണ്ടാ നിന്റെ ഭാര്യയായിട്ട് ഇപ്പോഴും ഞാൻ അവളെ അംഗീകരിക്കാത്തത്. അതിനി എന്റെ മരണം വരെ ഞാൻ അംഗീകരിക്കുകയില്ല. അതായിരിക്കും അവളെ കൊന്നുകളയാൻ കൊട്ടേഷൻകാരെ വിട്ടിരിക്കുന്നത്. ആദി, ആ മംഗളക്കിളവിയോടെ അമ്മ ഫോൺ ചെയ്ത് പറയുന്ന ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ദേ, ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊന്നും എന്റെ തലയെ വെച്ച് കെട്ടരുത്. ആവശ്യമില്ലാത്ത ആരോപണങ്ങളോ? സത്യമാ ഞാൻ വിളിച്ച് പറയുന്നത്. നിങ്ങൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. നിങ്ങൾക്ക് വ്യക്തിവൈരാഗ്യമുള്ളവരെ എന്തും ചെയ്യാൻ നിങ്ങൾ മടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. തുളസി പോയത് ആഘോഷമാക്കിയിട്ട് അവരെന്നെ അത്താഴം കഴിക്കാൻ വിളിക്കുക. അങ്ങനെ വിളിക്കരുത് തന്നെ. എന്റെ തുളസിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയ വെറുതെ വിടില്ല ഒന്നിനെ ഞാൻ. നിർത്തടാ. ആ തല തെറിച്ചവൾ ആരോടും ചോദിക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതിന് എന്റെ നേരെ വന്നാലുണ്ടല്ലോ. ഞാനേ നിന്നെ പ്രസവിച്ച് നിന്റെ അമ്മയാ, അത് നീ മറന്നു പോകരുത്. ഇനി അമ്മയല്ല സാക്ഷാൽ ദൈവം ചെയ്താലും ദ്രോഹം തന്നെയാ. തുളസിക്ക് എന്തെങ്കിലും പറ്റിയ പോലീസിലേക്കോ കോടതിയിലേക്കോ ആദ്യം പോവില്ല. ശിക്ഷ ഞാൻ നടപ്പാക്കും. ആദി, എന്താ ഇവിടെ? റോഡിൽ കേൾക്കാം അമ്മയുടെയും മോന്റെ അലർച്ച. അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ പിഴച്ചവൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയതിന് ഇവൻ കൊല്ലാൻ വരുന്നത് എന്നെ. കൊല്ലാൻ വിട്ടവരെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. ദയവായിട്ട് ആ കൊട്ടേഷൻകാരെ വിളിച്ചൊന്ന് പറയാമോ എന്റെ തുളസി ഒന്നും ചെയ്യരുതെന്ന്? എടാ, നിന്നെ ഞാൻ അച്ഛാ, തുളസിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. എടാ, തുളസിയെ ഒരു കൊട്ടേഷൻകാരും ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരിക. കൊട്ടേഷൻകാരെല്ലാം പോലീസ് വലവീശി കഴിഞ്ഞു. പിടിയിലാവുന്ന ഗുണ്ടകൾ അവരെ നിയോഗിച്ചവരുടെ പേര് പറയാതിരുന്ന കൊള്ളാം.